ലാവയുടെ ലാവ സ്റ്റോം ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ലാവയുടെ ഭാഗത്ത് നിന്ന് ഒരു 5G ഫോൺ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ സ്റ്റോം ലൈറ്റ് 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.75 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെയും പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ MediaTek Dimensity 6400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം 5G സപ്പോർട്ട് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. വെർച്വൽ റാം എന്ന ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അത് സോണി IMX 752ൻ്റെ സെൻസറാണ്. പിന്നെ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും Type-C ചാർജിംഗ് പോർട്ടുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. IP64 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ആസ്ട്രൽ ബ്ലൂ അതുപോലെ തന്നെ കോസ്മിക് ടൈറ്റാനിയം എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഒരു കൊല്ലത്തെ OS അപ്ഡേറ്റും 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. ജൂൺ 19 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു ഫോണിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറും അതുപോലെ തന്നെ 5G സപ്പോർട്ടുമാണ്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ MediaTek Dimensity 6400 എന്ന പ്രോസസ്സർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം വളരെ നല്ലൊരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ 5G സപ്പോർട്ടും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം അതാണ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും തിരക്കില്ലാത്ത ഫീച്ചേഴ്സാണ്. വലിയ കോംപ്രമൈസുകൾ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെ വരുന്നുള്ളൂ. പക്ഷേ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. പിന്നെ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും 5G ഫോൺ ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കോംപ്രമൈസ് ഓക്കെ ആണെന്ന് പറയാവുന്നതാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് നല്ലൊരു കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ IP64 റേറ്റിംഗ് നല്ലൊരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ സോണിയുടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്, അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററി സെറ്റപ്പും തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പാണ്. 5000 mAh ബാറ്ററി തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡ് എന്ന് പറയാവുന്നതാണ്. ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന 5G സപ്പോർട്ടുള്ള ഒരു ഫോണാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് 8000 രൂപയ്ക്ക് തന്നെ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.